ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ ക്ലാസ്സിൽ ടാലിയിൽ എങ്ങനെയാണ് ഫസ്റ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ മൊഡ്യൂൾ അനുസരിച്ച് ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് യൂണിറ്റിന് ആണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ടാലിയുടെ ഇൻട്രൊഡക്ഷൻ, ടാലി 9 കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു തിയറി ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. ടാലി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. റിലീസ്ഡ് ബൈ ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ബാംഗ്ലൂരാണ്. ഒന്നും കൂടെ, ടാലി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, റിലീസ് ചെയ്തിരിക്കുന്നത് ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ബാംഗ്ലൂരാണ്. ഇതൊരു കംപ്ലീറ്റ് ബിസിനസ് സൊല്യൂഷൻ ആയിട്ടാണ് ഇതിനെ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭരത് നാഗ് developed Tally to handle financial accounts of their own business. സ്വന്തം ബിസിനസ്സിന് വേണ്ടിയാണ് അവർ ശരിക്കും ആദ്യം എന്താ പറഞ്ഞ ടാലി ഡെവലപ്പ് ചെയ്തത്. ഈ ഭരത് എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടാലി സൊല്യൂഷൻസിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു. ടാലി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു ലീഡിംഗ് കമ്പനിയാണ്. ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ എന്താ പറയുക ഡയറക്ടറായിരുന്നു. ടാലി സൊല്യൂഷൻസ് എന്ന് പറയുന്നതിൻ്റെ കമ്പനിയുടെ ഡയറക്ടറായിരുന്നു ഈ ഭരത് എന്ന് പറയുന്ന ആൾ. പിന്നെ ഡിഫറെൻറ്റ് വെർഷൻസ് ഓഫ് ടാലി ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയത് ടാലി 5.4 ആണ്. അതിന് മുമ്പേ ഒരു വെർഷൻ ഉണ്ടായിരുന്നു. ദെൻ ടാലി 6.3, ടാലി 7.2, ടാലി 8.1, ടാലി 9. ദെൻ ടാലി ERP. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടാലി ERP ആണ് ഉണ്ട്. അതിൻ്റെയും ഒരു ലേറ്റസ്റ്റ് വെർഷൻ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഫീച്ചേഴ്സ് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് അവർ റിലീസ് ചെയ്യാറുണ്ട്. ശരിക്കും ഇത് പെയ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ എല്ലാ ഫീച്ചേഴ്സും കിട്ടത്തില്ലെന്ന് മാത്രം. ബിസിനസ്സിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് എ പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ദെൻ ടാലി 9 പറ്റിയാണ്. ടാലി 9 അല്ലെങ്കിൽ ടാലി ERP ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലും പഠിക്കുന്നത്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ടാലി 9 പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, അക്കൗണ്ട്സ് ഏറ്റവും ഭംഗിയായിട്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും ടാലി 9 ചെയ്യാൻ പറ്റും. ദെൻ ടാലി 9 വെച്ചാൽ ഒരു നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്കും ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനിയുടെ വാദം. മീൻസ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, എന്ത് ചെയ്യാൻ പറ്റും, ആർക്കും എന്താ പറഞ്ഞാൽ അക്കൗണ്ട്സ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ടാലി എന്ന് പറയുന്നത്. പിന്നെ ഒരു നല്ലൊരു എന്താ പറയുക നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. എന്താ പറയുക നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതും ഇതൊക്കെ പഠിച്ചപ്പോൾ ഇത്രയും എന്താ പറയുക എളുപ്പത്തിൽ ഈ ടാലിയിൽ എന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടായാലും എക്സ്പോർട്ടായാലും പ്രിൻ്റ് ചെയ്യാനായാലും ഇമെയിൽ ചെയ്യാനായാലും വെബ് പബ്ലിഷിംഗ് ഫെസിലിറ്റീസ് ആയാലും എല്ലാം ടാലി 9 എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇപ്പോൾ ഒരു മേജറായിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ടാലി 9 എന്ന് പറയുന്നത്. ശരിക്കും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മാർക്കറ്റിൽ ഏറ്റവും നമ്പർ 1 പൊസിഷനിലായിരുന്നു ഇപ്പോൾ ഉണ്ട് ടാലി 9 നിൽപ്പുണ്ട്. പിന്നെ ഇത് വാറ്റ് കാൽക്കുലേഷന്, അതുപോലെ ഓട്ടോമാറ്റിക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ഫ്രഞ്ച് ബെനഫിറ്റ് ടാക്സ് കാൽക്കുലേഷന് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സോൾ ട്രേഡർ ആയാലും പാർട്ട്ണർഷിപ്പ് ആയാലും വലിയ കമ്പനീസ് ആയാലും ശരി ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇപ്പോൾ ഷെയർ മാർക്കറ്റ് ആയാലും മണി മാർക്കറ്റ് ട്രേഡേഴ്സ് ആയാലും സർവീസ് ആയാലും പ്രൊഫഷണൽസ് ആയാലും എല്ലാം ഇതിൽ ചെയ്യാം. ടാലിയിൽ നമ്മുടെ അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റുമെന്നാണ് എളുപ്പം. പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും ടാലി ഉപയോഗിക്കുന്നുണ്ട്. ടാലി അക്കൗണ്ടിങ് 9 സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മുടെ
കൊമേഴ്സിൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടാണ് മെയിനായിട്ടുള്ള ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അവരുടെ അസോസിയേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടോ അവരെന്ത് ചെയ്യുന്നു, ഈ സോഫ്റ്റ്വെയർ ഓഡിറ്റിന് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടാലിയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല എന്താ പറയുക, ഓഡിറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു നല്ലൊരു അഡ്വാൻറ്റേജസ് ആയിട്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ടാലി എന്ന് പറയുന്നത് ഒരു എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക, മറ്റേ ഒരു ഈസി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നല്ലൊരു റിപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ടാലി 9 പറ്റി. ദെൻ ഇനി ഫീച്ചേഴ്സ് ഓഫ് ടാലിയാണ് പറയുന്നത്. പറഞ്ഞു യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഒരു എന്താ പറഞ്ഞാൽ അവർ അത് മാത്രമല്ല, ടാലിയുടെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അവർ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അവിടെ അങ്ങ് നിർത്തിയില്ല. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെന്ത് ചെയ്തു, അപ്ഡേറ്റഡ് വെർഷൻ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. അപ്പം അതിൽ കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി ലാംഗ്വേജസ്, അതായത് മൾട്ടി ലിംഗ്വിസ്റ്റിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമല്ല ടാലിയിൽ, ഹിന്ദി, കന്നഡ, ബംഗാൾ, ഗുജറാത്തി, മറാത്തി, തമിഴ്, മലയാളം, ഇങ്ങനെ പല ലാംഗ്വേജസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് മാത്രമാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇത് പല ലാംഗ്വേജസും ഇതിൽ ആഡഡ് ആണ്. ദെൻ രണ്ടാമത്തത് പേറോൾ. പേറോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സാലറി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ സാലറി സ്ട്രക്ചർ ഒരു ഇതൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ ഒരുപാട് ജോലിക്കാരുണ്ടെങ്കിൽ അവരുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എന്താണ്, ഇച്ചിരി ഡിഫിക്കൾട്ടാണ്. മാനുവൽ വർക്ക് എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. നോർമലി എക്സലിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ ടാലിയിൽ കുറച്ചും കൂടി ഈസിയാണ്. എന്ന് പറഞ്ഞാൽ അവരെടുത്ത ലീവ്, അവരുടെ അറ്റൻഡൻസ്, അവരുടെ ഓവർ ടൈം, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ ഇതിൽ തന്നെ ടാലിയിൽ സമ്മറി എടുക്കാൻ പറ്റും. അങ്ങനെ പേറോൾ കാൽക്കുലേഷന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വന്നിട്ട് FBT അല്ലെങ്കിൽ ഫ്രഞ്ച് ബെനിഫിറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ എന്താണ്, ചെല്ലാൻ മാനേജ്മെൻറ്റ്, പ്രിൻറ്റിങ് ഫോർ പ്രൊമോട്ട്, ആക്യുറേറ്റ് ഫില്ലിംഗ് ഓഫ് ടാക്സ്, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് EFTP കാൽക്കുലേറ്റ് ചെയ്യാനും അത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും ടാലിയിൽ സപ്പോർട്ടഡ് ആണ്. ദെൻ അടുത്തത് വാറ്റിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യാനും അതുപോലെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും. ഞാൻ നമ്മൾ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ അഡ്വാൻറ്റേജസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കോമ്പോസിഷൻ ചെയ്യുന്നതും എല്ലാം എളുപ്പമാണ്. ദെൻ മെയിനായിട്ടുള്ള ഒരു ഇതാണ് TDS, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആൾക്ക് സാലറി ഉണ്ട്, ഇപ്പോൾ എന്താ പറയുക 10,000 റുപ്പീസാണ് സാലറി എങ്കിൽ TDS കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ 10% അങ്ങനെയാണ് ഇടുന്നെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് നമുക്ക് 10% ഇട്ട് കൊടുത്താൽ മതി. ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ടാലി കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനടുത്ത് സിങ്ക്രണൈസേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ കമ്പനിക്ക് ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഹെഡ് ഓഫീസും ബ്രാഞ്ചസുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്മുടെ ഇതുമായിട്ട് എന്താണ് ലിങ്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് മെർജ് ചെയ്യിപ്പിക്കുക. ഇതെല്ലാം എന്ത് ചെയ്യും, ടാലിയിൽ എളുപ്പമാണ്. ദെൻ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, ബാങ്ക് പാസ്ബുക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതും ടാലിയിൽ എളുപ്പമാണ്. ദെൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പർച്ചേസ് രജിസ്റ്റർ ആയാലും സെയിൽസ് രജിസ്റ്റർ ആയാലും ജേർണൽ രജിസ്റ്റർ ആയാലും എല്ലാം റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ടാലിയുടെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ കൺസോളിഡേറ്റഡ് റിപ്പോർട്ടാണ്. അതും എടുക്കാനും എന്താണ് ടാലിയിൽ എളുപ്പമാണ്. യൂസർ ഫ്രണ്ട്ലി ആണ് കുറച്ചും കൂടെ എന്താ പറയുക ഈ ടാലി എന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല സെക്യൂരിറ്റിയുമുണ്ട്. ഇൻറ്റേർണൽ ബാക്കപ്പും അതുപോലെ തന്നെ റീസ്റ്റോർ ഫെസിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യുന്നു, ടാലിയിൽ അവൈലബിൾ ആണ്.
ഇതൊക്കെയാണ് എന്താ പറയുക ടാലിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ടാലിയിൽ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആണ് ടാലി എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക ഫസ്റ്റ് സ്റ്റേജ്, അതായത് ജേണൽ, ലെഡ്ജർ, ഈ 2 സ്റ്റേജും കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ കൊടുക്കുന്നതിനനുസരിച്ച്. അപ്പോൾ അത്രയും ഫ്രണ്ട്ലിയാണ് ടാലി എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മളെ സെക്കൻഡ് യൂണിറ്റാണ് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.